ഞങ്ങൾക്കൊരു സ്ഥിര വരുമാനമില്ല. ഞങ്ങൾക്ക് വേറെ ഒരുപാട് കടങ്ങളുണ്ട്, ഒരുപാട് കടമുണ്ട്. എൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ എന്തെങ്കിലും. എൻ്റെ അച്ഛനൊട്ടും വയ്യ, കാല് സർജറി കഴിഞ്ഞ് അച്ഛനൊട്ടും വയ്യ, അമ്മയ്ക്ക് ശ്വാസം മുട്ടും, എല്ലാ കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്കൊരു ഉപജീവന മാർഗം എല്ലാം ഒരുപാട് കടമാണ്. പിന്നെ ചേട്ടൻ പറഞ്ഞിട്ട് പോയി നമുക്ക് എല്ലാ കടവും തീർത്ത് വീട് വയ്ക്കണം എന്ന് പറഞ്ഞു ചേട്ടൻ. ഒരുപാട് കടമാണ്. അങ്ങനെ മുഖ്യമന്ത്രി ഇവിടെ വന്നിരുന്നു, എല്ലാ പിന്തുണയും പറഞ്ഞു. വീടാണോ ആവശ്യം നിങ്ങൾക്ക്? അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എല്ലാവർക്കും അവിടെ ഒരു വീട് ഇപ്പോൾ പാതി നിലയിൽ കിടക്കുകയാണ്, അത് ചെയ്യണം. പിന്നെ ഇവിടെ എൻ്റെ അച്ഛന് കുറേ കടങ്ങളുണ്ട്, അത്. പിന്നെ എൻ്റെ അച്ചാച്ചനും വയ്യ, അച്ചാച്ചന് കാല് വയ്യ, അച്ചാമ്മയ്ക്ക് എല്ലാം ഉണ്ട്. എൻ്റെ ചേട്ടനാണെങ്കിൽ ഇപ്പോൾ അവിടുത്തെ CBSE പറ്റാത്തതുകൊണ്ട് ഇവിടെ സ്റ്റേറ്റ് വന്നതാണ്. ഞാൻ ചാവടിയിടാൻ ഞാൻ വൈകാൻ ഇവിടെ പഠിക്കും. ഇപ്പോൾ അച്ഛനായിരുന്ന ഏക ഒരു മാർഗം. ഇപ്പോഴും നമ്മൾ കടമൊക്കെ തീക്കാന്ന് പറഞ്ഞത് പിന്നെ വരുമായിരുന്നു. പിന്നെ ലാസ്റ്റായിട്ട് അച്ഛൻ വിളിച്ചത് ശനിയാഴ്ച എനിക്ക് കൈ വയ്യാതെ ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ വീഡിയോ കോൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൈ കണ്ടിട്ട് എൻ്റെ അച്ഛൻ കരഞ്ഞ് ഓണത്തിന് ഡ്രസ്സ് എടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റായിട്ട് കോൾ കിട്ടിയിട്ട് പിന്നീട് എനിക്ക് അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് അച്ഛൻ. രാജേഷേട്ടനെ മാത്രം വിശ്വസിച്ചിറങ്ങി വന്നതാണ്. ഇപ്പോൾ അവർക്ക് വേറെ ആരുമില്ല, അവരുടെ ആളുകൾ ആരും മിണ്ടുകയൊന്നുമില്ല. ചേച്ചിക്ക് തന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അവർക്ക് പിന്നെ ആരുമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നൊരു അത്താണിയായിരുന്നു എൻ്റെ ചേട്ടൻ. ഇന്നിപ്പം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ഇവിടേക്ക് വരുന്നുണ്ട്, ഈ ആവശ്യങ്ങൾ പറയും അദ്ദേഹത്തോട് പറയാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതെ, കാരണം ഒരുപാട് പേരിൽ നിന്ന് ചേട്ടൻ കടങ്ങൾ വാങ്ങിച്ചാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഈ കടങ്ങൾ വാങ്ങിച്ച് കൂട്ടുമ്പോഴും പറയുമായിരുന്നു ഞാൻ രക്ഷപ്പെടും, അപ്പോൾ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞാണ്. അവന് എന്തൊക്കെയോ ഒരു പ്രതീക്ഷകളുണ്ടായിരുന്നു. ഒന്നും ബാക്കിയാക്കാതെ കുറേ കടക്കണിയിൽ മാത്രം ആയി പോവുകയായിരുന്നു. ഇതൊക്കെ ഇനി എങ്ങനെ വീട്ടും എന്ന് ഞങ്ങൾക്ക് അറിയില്ല.